ഇന്നലെ ശ്രീലകത്ത് കാളിയ മർദ്ദനായിരുന്നു കേട്ടോ അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഭഗവാൻ കാളിയന്റെ ഭണത്തിന് മുകളിൽ രണ്ട് പാദങ്ങളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിൽക്കുക. നൃത്തമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാളിയന്റെ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത്. ആ വാല് നല്ല നീളത്തിൽ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ആ തോളോട് ഏകദേശം ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള കാളിയ മർദ്ദന രൂപത്തിലുള്ള അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. 3 തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം ചുവപ്പും വെള്ളയാണ്, പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് വെള്ളയാണ്, അതായത് നന്ദിർവട്ടപ്പൂക്കളാണ്. പിന്നെയും അതെ ചുവപ്പും വെള്ളയാണ്, അതായത് തെച്ചി നന്ദിർവട്ടമാണ്. അങ്ങനെയാണ് 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. ഉണ്ടമാലയിൽ 3 നിറങ്ങളുണ്ടായിരുന്നു കേട്ടോ. നന്ദിയാർവട്ടുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അതിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കോർത്തിരിക്കുക. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഉണ്ടമാല തന്നെയായിരുന്നു. അതിന് നടുക്കാണ് കാളിയന്റെ ഭണത്തിന് മുകളിൽ ചവിട്ടിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിലൊരു ഗോപി തിലകമൊക്കെ ഉണ്ട്, പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ശിരസ്സില്. പിന്നെ കാതുപൂക്കളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ടാ. ഇത്രയും വലിയ നടനമൊക്കെ ആടിയിട്ടുള്ള ക്ഷീണമൊന്നും ആ മുഖത്തില്ല കേട്ടോ. നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഭഗവാൻ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ആ വളയം പോലത്തെ മാലയ്ക്ക് നടുക്കായിട്ട് ഒരു ഗോപി തിലകുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഓടക്കുഴൽ വേണുഗാനം പൊഴിക്കുന്ന ഭാഗമൊക്കെ കഴിഞ്ഞിരിക്കണേ. അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ്, നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ വെച്ചിരിക്കണത്. ഇടത്തെ കൈയാകട്ടെ കാളിയന്റെ വാലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരിക്കലും പിടി വിടില്ല എന്ന് ഉറപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെയും ഭഗവാൻ അങ്ങനെ തന്നെ പിടിക്കട്ടെ അല്ലെ, ഇങ്ങനെ ഉറപ്പിച്ച് പിടിക്കട്ടെ. ഭഗവാനോട് അടുത്തേക്ക് ചേർത്ത് പിടിക്കട്ടെ. അങ്ങനെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടുകോണകമൊക്കെ ചുറ്റിയിട്ട് ആ 2 കാലുകളിലും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സർവാഭരണ വിഭൂഷിതനായിട്ടാണ് കാളിയന്റെ ഭണത്തിന് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. കാളിയമർദ്ദനം വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെല്ലാവരും കാളിയന്റെ പോലെ ആ ഭണം ഒന്ന് ഇങ്ങനെ കുണിച്ച് നിൽക്കാം, അഹങ്കാരമൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് താഴ്ത്തി തരണേ ഭഗവാനെ എന്ന് എപ്പോഴും നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങനെ തന്നെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കാളിയന് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹം, ഭഗവാന്റെ ആ ഒരു പാദസ്പർശം നമ്മുടെ ശിരസിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ചെറിയൊരു അഹങ്കാരത്തിന്റെ കണിക പോലും മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ.